ഹായ് ഓൾ, എല്ലാവർക്കും കൺസെപ്റ്റ് വൈസ് ലേണിംഗ് ഹബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ യു ജി സി നെറ്റ് പേപ്പർ 1ലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ എസെൻസ് ഓഫ് ഇവാലുവേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഇവാലുവേഷൻ? അതൊരു സിസ്റ്റമാറ്റിക് അല്ലേ, അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. എന്തിനാണ്? ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് നമ്മൾ എന്താണ് ഒരു ഡിസിഷൻസിൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർപ്രിട്ടേഷനിൽ എത്തുവാണ് അല്ലേ. അവിടെ എന്താണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഒരു ഇവാലുവേഷൻസ്, നമ്മൾ എന്താണ് കുട്ടികൾക്ക് നമ്മളെടുത്ത ക്ലാസ് എന്താണ് അവർക്ക് മനസ്സിലായോ, അവർക്ക് എന്താണ് ലേണിംഗ് അവിടെ സംഭവിച്ചോ എന്ന് നമ്മൾ എന്താണ് അനലൈസ് ചെയ്യുകയാണ് ഈ ഇവാലുവേഷനിൽ നടക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫീഡ്ബാക്ക് ആണ് അല്ലേ. നമുക്കും നമ്മളെടുക്കുന്ന ക്ലാസ് എഫക്റ്റീവ് ആണോ, അവർക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന് നമുക്കും കിട്ടും. ലേണേഴ്സിന് എന്താണ് അവർ പഠിക്കുന്നുണ്ടോ, ആ കൺസെപ്റ്റ്സ് അവർക്ക് മനസ്സിലായോ എന്നും എന്ത് ചെയ്യാൻ പറ്റും, അവർക്കും അതൊരു ഫീഡ്ബാക്ക് ആണ്, അനലൈസ് ചെയ്യാൻ പറ്റും അവർക്കും അല്ലേ. ആ കൺസെപ്റ്റ്സ് അവർക്ക് ക്ലിയർ ആയോ എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇവാലുവേഷനിൽ നിന്ന് മനസ്സിലാവും. അതിൽ നമുക്ക് കുറച്ച് എലമെന്റ്സ് ഉണ്ട് ഇമ്പോർട്ടൻ്റ് അല്ലേ. ഒന്ന് മെഷർ ചെയ്യും, നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ലേ നമ്മൾ മെഷർ ചെയ്യും. പിന്നെ അസസ് ചെയ്യും, എന്താണ് ക്വിസസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് മനസ്സിലായോ അല്ലേ. പെട്ടെന്ന് ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചില റാൻഡം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് നമുക്ക് അവർക്ക് ആൻസർ പറയാം, നമുക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം. അങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്, നമുക്കൊരു എന്താണ് മനസ്സിലായി എന്നുള്ള ഒരു ഉറപ്പ്, ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും മനസ്സിലായി എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഇസ് ഇവാലുവേഷൻ അല്ലെ, ജഡ്ജ് ചെയ്യാൻ പറ്റും അല്ലെ. അവരെന്താണ് പാസ്സായോ ഫെയിലായോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാനും ഒരു ഇവാലുവേഷൻ നമ്മളെ സഹായിക്കും. നെക്സ്റ്റ് ഇസ് എലമെന്റ്സ് ഓഫ് ഇവാലുവേഷൻ അല്ലെ. എന്തൊക്കെ എലമെന്റ്സ് ആണ് നമ്മൾ ഇവാലുവേഷന് യൂസ് ചെയ്യുന്നത്? ആദ്യ ഒബ്ജക്റ്റ്, നമുക്ക് ലക്ഷ്യം എന്തിനാണ്, ഏത് നോളജിനെ കുറിച്ചാണ്, എന്തിനെ കുറിച്ചാണ് നമ്മൾ അസസ് ചെയ്യേണ്ടത്, അവരുടെ എന്താണ് അവരുടെ എഡ്യൂക്കേഷനെ കുറിച്ചാണോ, അല്ല അവരുടെ എന്തൊക്കെ ആണ് നമ്മൾ എന്താണ് നമ്മുടെ ലക്ഷ്യം, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ അസസ്മെന്റ് ചെയ്യണത് നമ്മൾ ആദ്യം നിശ്ചയിക്കുന്നത്. ഇനി ലേണിംഗ് ഏത് ആക്ടിവിറ്റി വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നത്, ഇത് അസസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അത് കഴിഞ്ഞ് അസസിങ് ടൂൾസ് നമ്മൾ ഫിക്സ് ചെയ്യണം. ഏത് ടൂൾസ് യൂസ് ചെയ്തിട്ടാണ്, ടെസ്റ്റ് ആണോ, പ്രൊജക്ട്സ് ആണോ, സെമിനാർസ് ആണോ, എല്ലാം നമ്മൾ അവരെ നിറയെ ഒബ്സർവ് ചെയ്താണോ നമ്മൾ എന്തിനാ അസസ് ചെയ്യുന്നത് എന്ന് നമ്മൾ ആദ്യം ആ ടൂൾ ഏത് ഉപയോഗിച്ചാണ് നമ്മൾ അവരെ അസസ് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കണം. അത് കഴിഞ്ഞ് മെഷർ ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ആ ടൂൾസ് നമ്മൾ ഫിക്സ് ചെയ്ത ആ ടൂൾസ് വെച്ച് നമ്മൾ അവരുടെ എന്താണ് ഫീഡ്ബാക്സ് അല്ലെങ്കിൽ അവരെ ഇവാലുവേറ്റ് ചെയ്ത് അവരെ മെഷർ ചെയ്യുവാണ്. നമ്മൾ അവരുടെ മാർക്സ് വഴിയാവാം, അല്ലെങ്കിൽ അസസ് ചെയ്തായിരിക്കും, ക്വിസ് വഴിയായിരിക്കും, അല്ലെങ്കിൽ പ്രൊജക്ട്സ് നൽകിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യണം, മെഷർ ചെയ്യണം. അത് കഴിഞ്ഞ് അത് ഇന്റർപ്രറ്റ് ചെയ്യണം, ജഡ്ജ് ചെയ്യണം, അവരുടെ കമ്പയർ ചെയ്ത് മറ്റുള്ള പിള്ളേരുമായിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് അല്ലെങ്കിൽ അവർ തന്നെ പഴയ മാർക്ക് ഷീറ്റ് വെച്ച് കമ്പയർ ചെയ്യുക. അങ്ങനെ അവർ നമ്മൾ റിസൾട്ട് എടുത്തിട്ട് അവർക്കത് മനസ്സിലായി എന്നല്ലെങ്കിൽ എന്താണ് അവിടെ മനസ്സിലായോ എന്നാ മനസ്സിലായില്ലെങ്കിലോ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അസസ് ചെയ്യണം, ഇന്റർപ്രറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഡിസിഷൻ അല്ലേ, നമുക്കൊരു ഫീഡ്ബാക്ക് കൊടുക്കണം അവർക്ക്. ആ റിസൾട്ട്സ് അവർ നല്ലതായിട്ട് അവരെന്താണ് പാസ്സായി, അവർക്ക് ഇത് മനസ്സിലായി, നിങ്ങൾ പാസ് അല്ലെങ്കിൽ ഫെയിൽ, അങ്ങനെ ഒരു ഫീഡ്ബാക്കും അവിടെ കൊടുക്കണം. അതാണ് ഈ ഫീഡ്ബാക്ക് ആൻഡ് ഡിസിഷനിൽ വരുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഇവാലുവേഷനിൽ ഏതൊക്കെ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ബേസ്ഡ് ഓൺ സ്റ്റേജ് ഓഫ് ലേണിംഗ്. ഓരോ സ്റ്റേജ് അനുസരിച്ചും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ തന്നെ ഫോർമേറ്റീവ്, അതായത് ഡ്യൂറിങ് ടീച്ചിങ് പഠിപ്പിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മളൊരു കൺസെപ്റ്റ് നമ്മൾ കുട്ടികൾ ചോദിക്കും, ഈ ക്വസ്റ്റ്യൻ ആൻസർ ആരെങ്കിലും അറിയാമെങ്കിൽ പറയൂ എന്ന് പറയൂ. അല്ലെങ്കിൽ വീക്ക്ലി നമ്മൾ ക്യൂസസ്, അല്ലെങ്കിൽ ഡെയിലി അടുത്ത ദിവസം വരുമ്പോൾ അടുത്ത ദിവസത്തെ കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം, അവർക്ക് കഴിഞ്ഞ ക്ലാസ് മനസ്സിലായോ. ഇതൊക്കെ എന്താണ്, ഫോർമാറ്റീവ് ഇവാലുവേഷൻ ആണ്. നെക്സ്റ്റ് സമ്മേറ്റീവ്, അത് ആകത്തുക, അതായത് എൻഡ് അല്ലെങ്കിൽ ഫൈനൽ എക്സാം, അത് നടത്തുന്ന ഒരു എക്സാമിന് നടത്തുന്നതാണ് സമ്മേറ്റീവ്. ആ വേർഡിൽ തന്നെ ഉണ്ട് സമ്മേറ്റീവ്. എല്ലാം പഠിപ്പിച്ച് ഒരു 5 യൂണിറ്റ് പഠിപ്പിച്ച് നമ്മളൊരു എക്സാം നടക്കണം, അതിനെയാണ് എന്താണ് സമ്മേറ്റീവ് എന്ന് പറയുന്നത്. മറ്റേ ഫോർമേറ്റീവ്സ് എന്താണ്, അപ്പോഴപ്പോഴുള്ള ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ്, അങ്ങനെ ഒരു ക്ലാസ്സിൽ, അങ്ങനെയാണ് ഫോർമാറ്റീവ് നടത്തുന്നത്. നെക്സ്റ്റ് ഇസ് ഡയഗ്നോസ്റ്റിക്, അതായത് ഒരു ക്ലാസ് തുടങ്ങുന്ന മുമ്പേ നമ്മളൊരു ചാപ്റ്റർ പുതിയ ലെസൺ തുടങ്ങുന്ന മുമ്പേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിള്ളേരെ ചോദിക്കാം. അപ്പോൾ അവർക്ക് എന്താണ് ആ ഒരു ചാപ്റ്ററിനെ കുറിച്ച് നേരത്തെ എന്തൊക്കെ അറിവുണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കുറച്ചേ അറിയാവുള്ളൂ കാര്യങ്ങൾ, ഒരുപാട് നമ്മൾ വിചാരിക്കും പോലെ അല്ലല്ലോ അവരുടെ റിയൽ. അപ്പോൾ അത് നമ്മൾ അനലൈസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ നന്നായിട്ട് അവരെ മനസ്സിലാക്കാനും എഫക്റ്റീവായിട്ട് പഠിപ്പിക്കാനും സാധിക്കും. നെക്സ്റ്റ് ബേസ്ഡ് ഓൺ റെഫറൻസ് ഫ്രെയിം അല്ലെ. റെഫറൻസ് ഫ്രെയിം അനുസരിച്ച് നോം റെഫറൻസ് വെച്ചാൽ കമ്പയറിംഗ് പെർഫോമൻസ് വിത്ത് അനദർ. അല്ലെ UGC നെറ്റ് അതിനുണ്ട്, റാങ്കിങ് സിസ്റ്റംസ്, നെറ്റ്, ഇതൊക്കെ എന്താണ് എൻട്രൻസ് എക്സാംസ് ഒക്കെ എന്താണ് നോം റെഫറൻസ് ബേസ്ഡ് ആണ് അല്ലേ. ഏറ്റവും ഹയസ്റ്റ് റാങ്ക്, ഹയസ്റ്റ് പെർസെൻറ്റേജ് വരുന്നവർ മാത്രമാണ് പാസ്സാവുന്നത്.
നെക്സ്റ്റ് ഇസ് ക്രൈറ്റീരിയൻ. ഈ ക്രൈറ്റീരിയൻ റെഫറൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ കാർ ടെസ്റ്റ് അങ്ങനെ വെച്ച് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ നെറ്റ് അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓർത്ത് വെച്ചാൽ ഒരിക്കലും മറക്കില്ല. കാരണം ഇത് എക്സാമിന് പല പ്രാവശ്യം ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അത് മാറിപ്പോ. അപ്പം നോം, റെഫറൻസ്, നെറ്റ് അങ്ങനെ ആ ഒരു എക്സാമ്പിൾ വെച്ച് പഠിച്ച ക്രൈറ്റീരിയൻ റെഫറൻസ് അതെന്ന് പറയുന്നത് കാർ ടെസ്റ്റ്, അതായത് പാസിങ് അവരൊരു ഫിക്സഡ് അല്ലെ എടുക്കണം, ഇങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ 2 വീലർ ആണെങ്കിൽ 8 എടുക്കണം. അപ്പം അതൊരു ഫിക്സഡ് ആയിട്ട് അവർ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതാണ് അവരവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇതല്ല കൂടാതെ എന്തൊന്നുണ്ട്, ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവുമായിട്ടുള്ള എന്താണ് ഇവാലുവേഷൻ മെത്തേഡ്സ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് അതിൽ തന്നെ അറിയാം എന്താണ് മാർക്സ് അല്ലെങ്കിൽ സ്കോഴ്സിൻ്റെ ബേസ്ഡ് ആണ് നമ്മുടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ക്വാളിറ്റേറ്റീവ് അല്ലെ ഒബ്സർവ് ചെയ്യും നമ്മുടെ ആറ്റിറ്റ്യൂഡ്സും ഒക്കെ, ടീച്ചറിൻ്റെ റിമാർക്സിനെ വളരെ ഡിസിപ്ലിൻഡ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു ലാസ്റ്റ് ഒരു റിമാർക്ക് കാണും, അതിനെയാണ് ക്വാളിറ്റേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇവാലുവേഷൻ ഇസ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം അല്ലേ. ഈ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിന് നമുക്ക് തന്നെ ഹയർ എഡ്യൂക്കേഷനിലാണ് ഇത് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള സിലബസ് നമുക്ക് ചൂസ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ് മാത്രം നമുക്ക് ചോയ്സ് ചെയ്യാം. എന്നിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ 2 ഇവാലുവേഷൻ മെത്തേഡ്സ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. ഒന്ന് കണ്ടിന്യൂസ് ഇന്റേണൽ അസസ്മെന്റും എൻഡ് സെമസ്റ്റർ എക്സാമും നടക്കും. അതായത് കണ്ടിന്യൂസ് അസസ്മെന്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ അസൈൻമെന്റ്സ്, പ്രോജക്ട്സ് ഇങ്ങനെയൊക്കെ നൽകിയിട്ട് അവിടെ ഒരു വെയിറ്റേജ് തരും. അങ്ങനെയും നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഒരു ഇവാലുവേറ്റ് ചെയ്യും, നമ്മുടെ നോളജിനെ ഇവാലുവേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഫൈനൽ എക്സാം അല്ലെങ്കിൽ റിട്ടേൺ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സാം വെച്ച് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യും അല്ലേ. ഇതെന്താണ്, സ്റ്റുഡൻറ് സെലക്ട് 1 അല്ലേ, നമ്മൾ ഒരു കോർ ഇലക്റ്റീവ് നമ്മൾ സെലക്ട് 1 കോർ ഇലക്റ്റീവ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാനും സ്കിൽ കോഴ്സ് നമുക്ക് അവിടെ സെലക്ട് ചെയ്യാനും ഈ ഒരു CBSE പറ്റും. ക്രെഡിറ്റ്സ് എന്തിൻ്റെ ബേസിസിലാണ്, ആ ഓരോ ഓൺ വർക്ക് ലോഡിൽ നമ്മൾ എന്തുമാത്രം ഒരു ക്രെഡിറ്റ് ഫോർ 1 hour അല്ലേ പെർ വീക്ക് നമ്മൾ ആ സബ്ജക്ട്സ് എത്രയാണോ ആ ഒരു ക്രെഡിറ്റ് ബേസ്ഡ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവാലുവേഷൻ നടത്തുന്നത്. എംഫസൈസ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ആണ് അവിടെ നടത്തുന്നത് അല്ലേ. കണ്ടിന്യൂസും കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഇവാലുവേഷൻ ആണ് അവർ നടത്തുന്നത്. ഇവിടെ എന്താണ് ഗ്രേഡ്സ് ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. O എന്ന് പറയുന്നത് എന്താണ്, നല്ല എക്സലൻ്റ് ആണ്, ഔട്ട്സ്റ്റാൻഡിങ് ആണ്. A+ ആണ് എക്സലൻറ്റ്, A എന്ന് പറയുമ്പോൾ വെരി ഗുഡ്, B+ന് ഗുഡ്. ഇങ്ങനെയാണ് അവർ അവിടെ എന്ത് ചെയ്യുന്നത്, അവരെ നമുക്കൊരു അസസ്മെന്റ് ചെയ്യുന്നത് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ. നെക്സ്റ്റ് ഇസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ്. ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ UGC നെറ്റ് എക്സാം തന്നെയാണ് അല്ലേ. നമ്മൾ എന്താണ് ചെയ്യുന്നത്, കമ്പ്യൂട്ടറിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എക്സാം എഴുതുന്നത്. അല്ലാതെ പണ്ടത്തെ പെൻ ആൻഡ് പേപ്പർ മെത്തേഡ് അല്ല ഇവിടെ അല്ല. ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട്സ് കിട്ടുകയും അത് വെച്ചിട്ട് അനലൈസ് ചെയ്യാനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അവർക്ക് ഷഫിൾ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ റാൻഡമൈസ്ഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് ചീറ്റിങ്ങിന് ചാൻസ് അവിടെ കുറവാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫിക്കൽട്ടി ലെവൽസ് ഒക്കെ എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് അല്ലേ, കോസ്റ്റും പേപ്പർലെസ്സും ആണ്, കോസ്റ്റ് എഫക്റ്റീവും ആണ് ഈ ടൈപ്പ് ഓഫ് എക്സാമിനേഷൻസ്. പിന്നെ അവരുടെ പ്രധാനപ്പെട്ട ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ അതിൽ എന്താണ്, ഒരാൾക്ക് ആ ഡിജിറ്റൽ ലിറ്ററസി വേണം അല്ലേ. അതിൻ്റെ പിന്നെ ഇൻഫ്രാസ്ട്രക്ചറും നമുക്ക് അവൈലബിൾ ആയിരിക്കണം. പിന്നെ റിസ്ക് ഓഫ് എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എക്സാമിനെ തന്നെ അതെന്താണ് അത് ബാധിക്കും. അതുകൊണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ചാലഞ്ചസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഇന്നോവേഷൻസ് ഇൻ ഇവാലുവേഷൻ സിസ്റ്റം അല്ലെ. മോഡേൺ ഇവാലുവേഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് പുതിയ എന്താണ് ഇന്നോവേഷൻസ് കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുവന്നത്. ഒന്ന് ആദ്യത്തേത് കണ്ടിന്യൂസ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ അല്ലേ. ഇതെന്താണ്, നമ്മുടെ പല തരത്തിലുള്ള ഒരാളുടെ എന്താണ് കൊഗ്നിറ്റീവ് ലെവലിലും അഫക്റ്റീവ് ലെവലും സൈക്കോമോട്രിക് ലെവലും എല്ലാം എന്ത് ചെയ്യുന്നു, ഈക്വലായിട്ട് അവരെന്താണ് അനലൈസ് ചെയ്ത് അസസ് ചെയ്താണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഒരാൾക്കുള്ള ഗ്രേഡ് അല്ലെങ്കിൽ മാർക്ക് അവിടെ നൽകുന്നല്ലേ. നെക്സ്റ്റ് ഇസ് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ അല്ലേ. അവർ ടെക്സ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്ത ഒരു എന്താണ് അവർക്ക് പറയും, എന്താണ് ഒരു ബുക്സ് പറയും, അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം നമുക്ക് അത് നോക്കി ആ ബുക്ക് നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ എന്താണ് ടെസ്റ്റ് അനലിറ്റിക്കൽ ആൻഡ് ആപ്ലിക്കേഷൻ സ്കിൽസ് ആണ് ഇവിടെ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അല്ലാതെ റോട്ട് കാണാതെ പഠിച്ച് നമ്മൾ എഴുതുന്നതിനല്ല ഇവിടെ എന്താണ് ഇമ്പോർട്ടൻസ് ഈ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ നൽകുന്നത്. നെക്സ്റ്റ് ഇസ് ഓൺലൈൻ അല്ലെങ്കിൽ റിമോട്ട് പ്രോക്ടേർഡ് എക്സാം അല്ലെ, കണ്ടക്റ്റഡ് ബൈ അല്ലെ വെബ് ക്യാം വെച്ച് നമ്മുടെ CCNA അങ്ങനത്തെ വലിയ ഈ ഓൺലൈൻ നെറ്റ്വർക്കിംഗ് എക്സാംസ് അങ്ങനത്തെയൊക്കെ ചില എക്സാംസ് എന്താണ് ഇങ്ങനെയാണ് അവർ നടത്തുന്നത് അല്ലെ. ക്യാമറ വച്ചിട്ട് അവരെന്ത് ചെയ്യും, അവർ നമ്മളെ മോണിറ്റർ ചെയ്യും. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് എന്താണ് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും.
നെക്സ്റ്റ് ഇസ് ഇ പോർട്ട്ഫോളിയോസ് അല്ലെ, ഡിജിറ്റൽ കളക്ഷൻസ് ഓഫ് സ്റ്റുഡൻറ് വർക്ക്, എൻകറേജിങ് റിഫ്ലക്ഷൻസ് ആൻഡ് സെൽഫ് ഇവാലുവേഷൻ അല്ലെ. ഇവിടെ എന്താണ് ഈ പോർട്ട്ഫോളിയോസ്, നമ്മുടെ സ്റ്റുഡൻസിന്റെ വർക്ക് ഒക്കെ അവർ എന്താണ് ഒരു ഡിജിറ്റലി കളക്ട് ചെയ്തിട്ട് എന്താണ് അതാണ് അവിടെ ഇവാലുവേഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് റൂബിക്സ് ബേസ്ഡ് ഇവാലുവേഷൻ. ഇവിടെ എന്താണ് നേരത്തെ ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഒരു എന്താണ് ക്രൈറ്റീരിയസ് അവർ സെറ്റ് ചെയ്യും, അത് അതിനെ ബേസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് പിയർ ആൻഡ് സെൽഫ് അസസ്മെന്റ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്വയം നമ്മളെ കുറിച്ച് അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ എന്താ പിയർ ഗ്രൂപ്പ്സ്, നമ്മുടെ കൂടെ ഉള്ളവരുടെ വർക്കിനെ കുറിച്ച് നമ്മൾ എന്താണ് ഇവാലുവേറ്റ് ചെയ്ത് എന്താണ് അവിടെ ഇതുകൊണ്ട് നമുക്കൊരു ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് അവിടെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ഇസ് AI ആൻഡ് ഡേറ്റ അനലിറ്റിക്സ്. ഇവിടെ AI ഡേറ്റ അനലിസ്റ്റിക്സ് നമ്മുടെ പ്രോഗ്രസ് ഒക്കെ എന്താണ് ട്രാക്ക് ചെയ്യും അല്ലെ, ട്രാക്ക് ചെയ്തിട്ട് നമ്മുടെ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് നമ്മുടെ വീക്ക് ഏരിയാസ്, എവിടെയാണ് നമ്മുടെ നല്ലത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യും അവർ നമുക്കുള്ള ഫീഡ്ബാക്കുകൾ തരും. അതാണ് AI ആൻഡ് ഡേറ്റ അനലിസ്റ്റിക്സ്. നമ്മുടെ ഒരുപാട് നാളത്തെ ഡേറ്റാസ് അനലൈസ് ചെയ്തുകൊണ്ടാണ് അവർ നമുക്ക് ഫീഡ്ബാക്ക് നൽകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഫുള്ള് ഒന്ന് റിവൈസ് ചെയ്യാം ക്വിക്ക്ലി അല്ലേ. ഇവാലുവേഷൻ എന്താണ്? ഇവാലുവേഷൻ ഒരാളുടെ ലേണിങ് എത്ര മാത്രമാണ് അവരല്ലെങ്കിൽ ലേണിങ് അച്ചീവ് ചെയ്തോ എന്ന് നമ്മൾ എന്ത് ചെയ്യാന്ന് ഒരു ഡിറ്റർമിൻ ചെയ്യുന്നതിനാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എലമെൻറ്റ്സ് ഒബ്ജക്റ്റീവ്സ്, ലേണിംഗ് എക്സ്പീരിയൻസ്, ടൂൾസ്, മെഷർമെൻറ്റ്, ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ഫീഡ്ബാക്ക്. നെക്സ്റ്റ് ടൈപ്സ് അല്ലേ, ഫോമാറ്റീവ് എന്താണ്? ആ ക്ലാസ് നടക്കുന്ന ആ ഓൺഗോയിങ് പ്രോസസ്സിൽ തന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് ഫോമാറ്റീവ് എന്ന് പറയുന്നത്. സമ്മേറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? എൻഡ്. സമ്മേറ്റീവ് ഒരു എൻഡിൽ അല്ലെങ്കിൽ ഒരു ടേം എക്സാം അല്ലെങ്കിൽ ഫൈനൽ എക്സാമിനെയാണ് സമ്മേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡയഗ്നോസ്റ്റിക്, ഒരു ക്ലാസ് തുടങ്ങുന്ന മുമ്പേ അവർക്ക് എത്ര ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്ത് അറിവുണ്ട് എന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ് ഡയഗ്നോസ്റ്റിക്. നെക്സ്റ്റ് ഇസ് നോം റെഫേർഡ്. അതിൽ തന്നെ പറഞ്ഞ നോം റെഫേർഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എന്താണ് നമ്മുടെ നെറ്റ് എക്സാം തന്നെ അല്ലേ, നമ്മൾ വേറൊരു കാൻഡിഡേറ്റുമായിട്ട് കമ്പയർ ആണ് അവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ക്രൈറ്റീരിയൻ റെഫറൻസ് അല്ലേ, ക്രൈറ്റീരിയൻ സി. അപ്പം തന്നെ പറഞ്ഞു നമ്മുടെ കാർ ടെസ്റ്റ് അല്ലേ, വെഹിക്കിൾ ടെസ്റ്റ് ഒക്കെ ആണ്. കാരണം ഒരു പ്രിസ്ക്രൈബ് ഒരു ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് അവർ സെറ്റ് ചെയ്യും, നമ്മൾ അത് വെച്ചാണ് നമ്മളെ അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇത് കൂടാതെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവും പഠിച്ചു, ക്വാളിറ്റേറ്റീവും പഠിച്ചു അല്ലേ. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് വെച്ചാൽ നമ്മുടെ മാർക്സിനെ വെച്ചാണ് ബേസ് ചെയ്താണ് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് പറയില്ലേ ടീച്ചേഴ്സ് ലാസ്റ്റ്, എന്താണ് വെരി അറ്റൻറ്റീവ് ഇൻ സ്കൂൾ, അല്ലെങ്കിൽ ഡൂയിങ് ഹിസ് വർക്ക്സ് അറ്റ് കറക്റ്റ് ടൈം, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും അവരുടെ ഒരു ചെറിയ എന്താ ഇംപ്രഷൻ കൊടുക്കുന്നതിനാണ് എന്താ പറയുന്നത് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് CBCS അല്ലേ, ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം അല്ലേ. ഇവിടെ എന്താണ് നമുക്ക് കുട്ടികൾക്ക് അവരുടെ ഇൻട്രസ്റ്റിനെല്ലാം ഉള്ള എന്താണ് ഏരിയാസ് അവർക്ക് സബ്ജക്ട്സ് ചൂസ് ചെയ്യാം. അവിടെ ക്രെഡിറ്റ്സ് ആണ് അവിടെ കൊടുക്കുന്നത്. അവിടെ എക്സ്റ്റേണലും എന്താണ് എക്സാമിനേഷൻ നടത്തും, ഇന്റേണൽ അല്ലേ, എക്സ്റ്റേണൽ ആയിട്ട് പ്രോജക്ട്സ് അസൈൻമെന്റ്സ് ഒക്കെ നൽകി അതിന് മാർക്കിടും. അല്ലാതെ എന്താണ് ഇന്റേണൽ ആയിട്ട് നമുക്ക് എക്സാംസ് വെച്ചും അതിൻ്റെയും മാർക്കും വെച്ചാണ് അവർക്ക് എന്താണ് അവിടെ ആ ഒരു ഇതിന് എന്താണ് ആ ഒരു കോഴ്സിന് അവർ നൽകുന്നത്. നെക്സ്റ്റ് ഇസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ് അല്ലേ, നമ്മുടെ ഓൺലൈൻ മെത്തേഡ് ടെസ്റ്റിംഗ്സ് ഒക്കെ തന്നെയാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ് അല്ലേ. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്? നമ്മുടെ UGC നെറ്റ് തന്നെയാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു കൺസെപ്റ്റ് വൈസ് ലേണിംഗ് ഹബ്. ക്ലിയർ കൺസെപ്റ്റ് ഫോർ സ്മാർട്ടർ സ്റ്റഡി. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. See you in next class.